മനസാക്ഷി മരവിച്ച വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. വയനാട്ടിലെ അവസാന കണക്ക് പുറത്തു വരുമ്പോൾ 360-ലേറെയായി മരണനിരക്ക്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമപ്പുറം കേരളം ഒറ്റക്കെട്ടാകുമ്പോൾ പിന്തിരിപ്പൻ രാഷ്ട്രീയങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ആ ചർച്ചയ്ക്ക് സ്ഥാനവുമില്ല. എന്നാൽ കേരളത്തിലെ വലിയ വലിയ നേതാക്കൾ ഇപ്പോഴും രാഷ്ട്രീയ പോരിന് കരുകൂട്ടുമ്പോൾ അവയെ വിമർശിക്കാതെ വയ്യ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കേരളത്തിൽ കോൺഗ്രസിന് പ്രതീക്ഷയുടെ മുഖഛായയാണ്. ക്ഷേമ പെൻഷൻ പോലും നൽകാത്ത ഗുണ്ടായിസം നടപ്പിലാക്കാൻ കൂട്ടുനിൽക്കുന്ന സർക്കാരിൽ നിന്നും അല്പം ആശ്വാസമാകാൻ വലതുപക്ഷത്തിന് ഭാവിയിൽ സാധിക്കുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്ക് കോൺഗ്രസിന്മേലുണ്ട്. അത് തന്നെയാണ് ജനവിധി ചൂണ്ടിക്കാണിക്കുന്നതും. എന്നാൽ വയനാടിന്റെ ദുരന്തമുഖത്ത് രാഷ്ട്രീയ അരാജകത്വം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവയെ വിമർശിക്കേണ്ടതുണ്ട്. MLA എന്ന നിലയിലുള്ള എന്റെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റാണ് ഇപ്പോൾ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കുമെന്ന് അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. പോസ്റ്റിന് താഴെ മന്ത്രി P. രാജീവ് അടക്കമുള്ളവർ കമന്റ് ചെയ്തിരുന്നു. ഒറ്റക്കെട്ടായി നമ്മൾ പുനർനിർമ്മിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ കമന്റ്. ഒരു മികച്ച മാതൃകയാണ് താങ്കൾ തീർക്കുന്നതെന്നും നന്മയ്ക്ക് രാഷ്ട്രീയ ഭേദമന്യേ അഭിനന്ദനമെന്നും മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ പോകുന്നു എന്നും മറ്റ് കമന്റുകളും ഉണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള രമേശ് ചെന്നിത്തലയുടെ ഈ തീരുമാനത്തിനെതിരെ KPCC അധ്യക്ഷൻ K. സുധാകരൻ രംഗത്തെത്തിയതോടെ സംഭവത്തിന്റെ സ്വരവും ഭാവവും മാറി. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല എന്നും കോൺഗ്രസിന് പണം സ്വരൂപിക്കാൻ ഫോറമുണ്ടെന്നും സുധാകരൻ പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്നും സർക്കാരിനെ വിമർശിക്കേണ്ട സമയം ഇതല്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ സുധാകരനെതിരെ രംഗത്തെത്തിയതോടെ ചർച്ചയുടെ ഗതി വീണ്ടും മാറി. കാരണം അവര് വെറുതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നോക്കുകയാണ്. അവരെക്കാൾ രാഷ്ട്രീയമായി ഗവൺമെന്റുമായും ഇടതുമുന്നണിയുമായി ഏറ്റുമുട്ടുന്ന ഞങ്ങളല്ലേ. ഞങ്ങൾ വല്ല വിട്ടുവീഴ്ചയും കാണിക്കാറുണ്ട്. ഇതതിനുള്ള സമയമല്ല. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പം ഞങ്ങൾ തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന്, ഗവൺമെൻറ് മെഷീനറിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ല ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. ഇതിങ്ങനെ രാഷ്ട്രീയ വിരോധമൊന്നും പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് പറയാം. എന്നാൽ VD സതീശന്റെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ സുധാകരന് ചുട്ട മറുപടിയുമായി രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതിനെ വിമർശിച്ച KPCC അധ്യക്ഷൻ K. സുധാകരന് മറുപടിയില്ല എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. വയനാട്ടിലെ ജനങ്ങളുടെ വേദന ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ഹൃദയഭേദകമാണ് അവിടുത്തെ അവസ്ഥ. അവരെ സഹായിക്കേണ്ടത് തന്റെ കടമയാണെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഇതോടെ കോൺഗ്രസിലെ തമ്മിൽ തല്ല് ഇവിടെ രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസിൽ വലിയ രാഷ്ട്രീയ തർക്കം നിലനിൽക്കുകയായിരുന്നു. VD സതീശൻ സുധാകരൻ തർക്കം വലിയ ചർച്ചയുമായിരുന്നു. അന്ന് സംയമനത്തിന്റെ നിലപാടെടുത്ത അതേ രമേശ് ചെന്നിത്തല തന്നെയാണ് ഇപ്പോൾ സുധാകരനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പലപ്പോഴും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ നിലപാടുകൾ എടുക്കുന്ന പ്രസംഗം നടത്തുന്ന K. സുധാകരൻ കോൺഗ്രസിനുള്ളിലെ കരട് തന്നെയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ദുരന്തമുഖത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഒറ്റയാക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.